ഏവർക്കും സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് വീണ്ടും കൂടി വരുന്നത്. ബൈബിളിനെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ ചില വസ്തുതകളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഇതുവരെ അത് കേട്ടിട്ടില്ല എങ്കിൽ ദയവുണ്ടായിട്ട് നിങ്ങളത് കേൾക്കണമേ. ഈ ഭാഗം കേട്ടതിന് ശേഷം നിങ്ങളതും കൂടെ കേൾക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവുണ്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളിത് നിങ്ങളുടെ സ്നേഹിതർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ആളുകൾക്കും ഒക്കെ ഇത് ഫോർവേഡ് ചെയ്യണമേ എന്നും കൂടെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കമൻസ് ഇതിൻ്റെ താഴെ എഴുതിയാൽ കൂടുതൽ സുഗമമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുമല്ലോ. ബൈബിള് തികച്ചും ഒരു ശാസ്ത്രീയമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് 5ാമതായിട്ടുള്ള എൻ്റെ പോയിന്റ്. കഴിഞ്ഞ 4 പോയിന്റുകൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരിക്കലൂടെ നിങ്ങളോട് കേൾക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് അശാസ്ത്രീയമായത് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ കാലത്ത് ബൈബിളിനെതിരെ ഒട്ടനവധി നിരൂപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ നിരൂപണങ്ങളെയും വെല്ലുവിളികളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുകയാണ് കാലം കണ്ട കരുത്തേറിയ ഈ ആത്മീയ ഗ്രന്ഥമെന്നുള്ള മറന്നു പോരുത്. ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകൾ, അതിനെതിരെ ഉയർത്തിയ വാദങ്ങൾ ബൈബിൾ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്നായിരുന്നു. എന്നാൽ ഇന്ന് ധൈര്യത്തോടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണ്. അതിന് ഉപോത്ബലമായ 2 ന്യായങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ നിരത്തുകയാണ്. ഒന്നാമതായിട്ട്, നാം അധിവസിക്കുന്ന ഈ ഭൂമി എന്ന ഗോളം ഇത് നിലനിൽക്കുന്നത് 4 ആണിയുടെ മുകളിലാണെന്ന് പൗരാണിക കാലം മുതൽ തന്നെ ആളുകൾ വിശ്വസിച്ചു പോന്നിരുന്നു. ഇന്ത്യയിലെ വാൽമീകി രാമായണത്തിലും ഗ്രീക്കരുടെ പുരാണങ്ങളിലും അങ്ങനെ വിവക്ഷിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയെ ചുമക്കുന്ന ഈ ഗതങ്ങളെ വിഗ്ധകങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. വിഗ്ധകങ്ങൾ എന്നാണ് മുൻകാലത്ത് അതിനകത്ത് ഒക്കെ വിളിച്ചിരുന്നത്. എന്നാൽ ഇന്നേക്ക് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പായി ജീവിച്ചിരുന്ന കിഴക്ക് ദേശക്കാരനായിരുന്ന ഇയ്യോബ് താൻ എഴുതിയതായിട്ടുള്ള ഒരു കുറിപ്പിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഉത്തര ദിക്കുകളെ ദൈവം ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. നാം അറിയുന്നത് പോലെ ഈ ബൈബിൾ പ്രഖ്യാപനം തികച്ചും ശാസ്ത്രീയമാണ്. ഭൂമിയെ ദൈവം നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിലാണ് ഈ ഭൂമി എന്ന ഗോളം നിലനിൽക്കുന്നത്. ഈ പരമ യാഥാർത്ഥ്യം ശാസ്ത്രീയമായി ലോകം അംഗീകരിച്ചിരിക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ശാസ്ത്രീയ സത്യത്തെ ബൈബിളിൽ ഇങ്ങനെ എഴുതുവാൻ ഇടയായിത്തീർന്നത് ഈ ഗ്രന്ഥം ദൈവ നിശ്വാസ്യമായതിനാലാണെന്ന് തൊഴുകൈയോടുകൂടെ നാം അംഗീകരിച്ച് മതിയാകുകയുള്ളൂ. ദൈവവചനമായ വിശുദ്ധ ബൈബിളിന് തെറ്റുപറ്റിയിട്ടില്ല എന്നതിന് ഇതിനേക്കാൾ മറ്റൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. എങ്കിലും രണ്ടാമതായിട്ട് ഒരു ന്യായം കൂടെ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ഭൂമിയുടെ ആകൃതി സംബന്ധിച്ചുള്ള മറ്റൊരു വസ്തുതയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഭൂമി തളിക പോലെ പരന്നതാണെന്നാണ് ആദ്യകാലങ്ങളിൽ ആളുകളെ ധരിച്ചു വെച്ചിരുന്നത്. പ്രാചീന കാല മനുഷ്യരുടെ ചിന്താഗതി അങ്ങനെയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ തന്നെ ബൈബിൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഭൂമി പരന്നതല്ല, മറിച്ച് ഗോളാകൃതിയാണെന്ന്. വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഭൂമി വൃത്താകാരമാകുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. BC 1000 ആണ്ടിൽ ജീവിച്ചിരുന്ന ഇസ്രായേലിൻ്റെ പ്രഗത്ഭനായിരുന്ന സോളമൻ ചക്രവർത്തി എഴുതിയത്, നീ ഭൂമിക്ക് വൃത്താകാരം വരച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഭൂമി വൃത്താകൃതി പൂണ്ടതാണ്. ഈ വാക്കുകൾ ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അഥവാ ശാസ്ത്രം വിശുദ്ധ ബൈബിളിലെ ഈ വാക്യത്തോട് ചേർന്ന് ഇന്ന് സമ്മതിക്കുകയാണ്. കേവലം പന്ത് പോലെ ഉരുണ്ടതല്ല, മറിച്ച് മണ്ഡലാകൃതിയാണ്. BC 4000-ൽ ജീവിച്ചിരുന്ന ഇയ്യോബ് തൻ്റെ പുസ്തകത്തിൽ 40-ന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഭൂമണ്ഡലത്തിനു മീതെ അധിവസിക്കുന്നു. ദൈവം ഭൂമണ്ഡലത്തിനു മീതെ അധിവസിക്കുന്നു. അതാണ് വിശുദ്ധ ബൈബിളിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമുക്ക് ധൈര്യത്തോടുകൂടെ പറയാവുന്ന മറ്റൊരു കാര്യം. മൂന്നാമതായിട്ട് ബൈബിളിൻ്റെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനമായ മറ്റൊരു കാര്യം സൂര്യചന്ദ്രാദികളെക്കുറിച്ചുള്ളതാണ്. സൂര്യചന്ദ്രാദികളെക്കുറിച്ചുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ്. പ്രാചീന ലോകത്തിൽ ജനങ്ങൾ ധരിച്ചു വെച്ചിരുന്നത് സൂര്യചന്ദ്രന്മാർ ദേവീദേവന്മാർ എന്നതായിരുന്നു. പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെയെല്ലാം ദൈവങ്ങളായിട്ട് ആരാധിച്ചിരുന്ന പഴയ കാലത്ത് അവർ സൂര്യചന്ദ്രന്മാരെ അങ്ങനെ ധരിച്ച് ആരാധിച്ചിരുന്നു. ഇന്നും സൂര്യ നമസ്കാരം
നമസ്കാരവും ചന്ദ്രൻ്റെ ഗതി നോക്കി നോമ്പ് നോക്കലും നോമ്പ് തുറക്കലും പല മതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ചില മതങ്ങളുടെയൊക്കെ ചിഹ്നങ്ങൾ തന്നെ ഈ വിധത്തിൽ ചന്ദ്രക്കലയൊക്കെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ചന്ദ്രദേവനായിരിക്കുന്ന ഹൂബിൾ ഗോഡ്, ആ ഹൂബിൾ ഗോഡാണ് പിന്നീട് അള്ളാഹു എന്നുള്ള പേരിൽ ലോകത്തിൽ അറിയപ്പെടുക തന്നെ ചെയ്തത്. അപ്പോൾ നോക്കണം, ഇങ്ങനെ സൂര്യചന്ദ്രാദികളെ ദൈവങ്ങളായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ അത്യാധുനിക കാലത്തും ചന്ദ്രകലയെ ചില ആളുകൾ അവരുടെ മതചിഹ്നമായിട്ട് അംഗീകരിച്ചിരിക്കുമ്പോൾ ഗോത്ര സംസ്കാരത്തിൻ്റെ മടിത്തട്ടിൽ താരാട്ട് കേട്ടുറങ്ങുന്നവരാണ് അത്തരക്കാരെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെ സൂര്യചന്ദ്രാദികളെ ആരാധിക്കുവാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. സൂര്യൻ ഉദിക്കുമ്പോൾ പ്രഭാതമാകുകയും മനുഷ്യ സമൂഹവും നിദ്ര വിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. സന്ധ്യ വരെ അവർ അധ്വാനിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ മനുഷ്യർ നിദ്രയിലേക്ക് ആണ്ടുപോകുന്നു. ഉണർത്തുകയും വെളിച്ചം തരികയും ചെയ്യുന്ന പ്രക്രിയ നടത്തുന്ന സൂര്യനെ അവർ ദേവനായി കണ്ടു. അത് മാത്രമല്ല, രാത്രികാലങ്ങളിൽ പ്രകാശം പരത്തുകയും അവർക്കാവശ്യമായ വെളിച്ചം നൽകുകയും ചെയ്യുന്ന ചന്ദ്രനെയും അവർ ദൈവങ്ങളായി തന്നെ കരുതി. അവയ്ക്കെല്ലാം തന്നെ മന്ത്രതന്ത്രങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചു പോന്ന ഒരു കാലമുണ്ടായിരുന്നത് പോലെ ഇന്നും പല മതവിശ്വാസികളും അത് തുടർന്നു പോരുന്നു എന്നുള്ളത് നാം വിസ്മരിക്കരുത്. ഈ സൂര്യചന്ദ്രാദികൾ ദൈവങ്ങളല്ല, അവ ആരാധ്യ വസ്തുക്കളല്ല എന്ന് വിളംബരം ചെയ്ത് കൊണ്ടിരിക്കുന്ന സദ്വാർത്ത വാഹകരെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയും നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഈ സത്യങ്ങളെ ബൈബിളിൻ്റെ അകത്തളങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബൈബിൾ പ്രഖ്യാപിക്കുന്നു, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ സൃഷ്ടഗോളങ്ങളാണ്. സൂര്യനെയും ചന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ട്. 1969 നമുക്കറിയാവുന്ന പോലെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി ആഹ്ലാദിച്ചപ്പോൾ അന്ധവിശ്വാസത്തിലെ ഒരു ദൈവത്തിന് മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് അന്നത്തെ പ്രഗത്ഭനായിരുന്ന നിരീശ്വരവാദി ശ്രീ A.T. കോവൂർ ഒരു പുസ്തകം എഴുതി, ദൈവത്തിൻ്റെ മരണം. പക്ഷേ ക്രിസ്തു വിശ്വാസികൾ അത് തിരുത്തി എഴുതി, ദൈവത്തിൻ്റെ മരണമല്ല, അന്ധവിശ്വാസത്തിലെ ദൈവത്തിന് സംഭവിച്ച മരണമാണ്. ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവത്തിന് അതുമൂലം ഹാനി സംഭവിക്കുകയില്ല എന്ന് അവർ വളരെ തിട്ടമായി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. നമ്മുടെ ദൈവം നിതാന്ത നിത്യനാണ്, അനന്തസത്തയാണ്, സനാതന പൊരുളാണ്. അവിടുത്തെ സൃഷ്ടപ്രപഞ്ചത്തിലെ കാണപ്പെടുന്ന സൃഷ്ടഗോളങ്ങൾ മാത്രമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ. അതൊന്നും ദേവന്മാരല്ലെന്ന് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല, ബൈബിൾ ശാസ്ത്രീയമാണെന്നതിന് ഇതുപോലെ എത്രയോ തെളിവുകൾ നിരത്തി വെക്കുവാൻ നമുക്ക് സാധിക്കും. അത് ധാരാളം കാര്യങ്ങൾ പറയേണ്ടി വരുന്നതുകൊണ്ട് നമ്മുടെ വിസ്താര ഭയത്താൽ ഞാൻ ആ കാര്യങ്ങളിലേക്ക് അല്ല ചെയ്യുന്നത്. 1935 അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഹാരി M.R. എന്ന് പറയുന്ന മഹാനായ വ്യക്തി 27 രാജ്യങ്ങളിൽ ഒരു വിളംബരം ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ അശാസ്ത്രീയമെന്ന് തെളിയിക്കുന്ന ആർക്കും $1000 ഇനാം നൽകുമെന്ന് 1935 ഹാരി M.R. പ്രഖ്യാപിച്ച $1000 ഇവിടെയുള്ള നാസ്തിക ആചാര്യന്മാരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വിശ്വാസ സംഹിത, പവിത്ര സംഹിതയായ ബൈബിൾ ഇന്നും അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ബൈബിളിനെ സംബന്ധിച്ച് ഇത് ശാസ്ത്രീയമാണെന്ന് അഭിമാനം കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് അഞ്ചാമതായിട്ട് ഞാൻ നിങ്ങളെ ബോധിപ്പിച്ചതായിട്ടുള്ള കാര്യം.